സ്തുതിയായിരിക്കട്ടെ. സെയിന്റ് മേരീസ് പ്രയർ മിനിസ്ട്രി, ജാസ് അച്ചായൻ കിച്ചൻ, നമ്മുടേതായിട്ട് 2 യൂട്യൂബ് ചാനലുകളാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആണ്. ഇന്ന് നമ്മളോട് ഉള്ളത് ജോളി ഷൈജു, ജാസ് അച്ചായൻ കിച്ചന്റെ ഡയറക്ടറാണ്. സെയിന്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയുടെ ഷൈജു അതപ്പള്ളി, ഞാൻ തന്നെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സന്തോഷ പങ്കുവെക്കാനാണ്. സന്തോഷമാണെങ്കിൽ പങ്കുവെച്ചാൽ അത് ഇരട്ടിയാകും, ദുഃഖമാണെങ്കിൽ പങ്കുവെച്ചാൽ അത് പകുതിയല്ല ഇല്ലാതാകും, അല്ലേ? അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എന്ന് പറഞ്ഞപ്പോ ഇത് എന്താന്ന് ഓർത്താ 25 വർഷമായി. 25, അതായത് അതിനെന്ത് പറയും? സിൽവർ ജൂബിലി, അല്ലെ? ഗോൾഡൻ ജൂബിലി വരെ പോണെന്ന് ആഗ്രഹമുണ്ടോ? സുഭാഷിതം 16:1 പറയുന്ന ഇതാണ്: മനുഷ്യൻ സോളമൻ രാജാവിന്റെ സൂക്തങ്ങളാണ്, അല്ലെ? പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം ദൈവത്തിന്റെ അത്ര. ഇവിടം വരെ എത്തുന്നു പോലും വിചാരിച്ചതല്ല. ഈ ജീവിതം നമ്മുടെ കയ്യിൽ അല്ല. നമുക്ക് ഓരോരുത്തർക്കും പല വേഷങ്ങള് നൽകിയിരിക്കുകയാണ്. ബൈബിളില് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട് 2:18, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും, അല്ലെ? ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ഓരോ മനുഷ്യനും അനാദി മുതലുള്ള ഒരു നിശ്ചയം അനുസരിച്ച് ഒരു പങ്കാളിയെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളത് പ്രാർത്ഥിക്കുമായിരുന്ന? പ്രാർത്ഥിക്കുമായിരുന്നു. ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്ടെന്ന് ചോദിച്ച, അല്ലെ? കല്യാണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്നു ഭാവി ജീവിതങ്ങളിൽ? IMS അല്ലെ? ആലപ്പുഴ IMS കേന്ദ്രത്തില് കുറെ ആള് സേവനം ചെയ്തു. അപ്പൊ ആ സമയത്ത് കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളം സേവനം ചെയ്തു. അപ്പൊ അവിടുത്തെ പ്രശാന്തച്ചൻ പഠിപ്പിച്ച പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ചോദിക്കും, ലവ് മാരേജ് അല്ലടാ കള്ളന്മാരെന്ന് ചോദിക്കും. ലവ് മാരേജ് ഒന്നും അല്ല, ലവ് ഉണ്ടായി, 1 കൊല്ലം ഞങ്ങൾ സ്നേഹിച്ച്. അതെന്താ കാര്യം കഴിഞ്ഞിട്ടാണ് 1 കൊല്ലം. അല്ലാതെ ഞങ്ങൾ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയല്ല, ആലോചിച്ച് നടത്തിയ കല്യാണമാണ്. എന്നിട്ട് ഇവരുടെ അപ്പൻ ഗൾഫിൽ നിന്ന് വരേണ്ടത് കൊണ്ട് അതുവരെയും വെയിറ്റ് ചെയ്ത് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കല്യാണം. മനസ്സമ്മതം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് നടന്നത്. അപ്പൊ 25 വർഷം വരെ എത്തി. ഈ 25 വർഷത്തിനിടയിൽ സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഒത്തിരി സന്തോഷകരമായ കാര്യങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്. വലിയ സന്തോഷമുണ്ട്, വലിയ ദുഃഖവുമുണ്ട്, അല്ലെ? ഇപ്പൊ തന്നെ നമ്മളൊരു ദുഃഖത്തിന്റെ പടിവാതിൽക്കല്ല അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല, ഉള്ളു. അപ്പൊ പക്ഷെ എന്നാലും ദൈവം ഒരുപാട് സന്തോഷങ്ങള് നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ വീഡിയോയുടെ പുറകില് ക്യാമറമാൻ സ്നേഹാമേരിയ ഉള്ളത്. സ്നേഹാമേരിയുടെ നല്ല മനസ്സിന് നന്ദി പറയുന്നു. മൂത്തവള്, അവളാണ് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് അനുഗ്രഹം ചെയ്യും, ഇടയ്ക്ക് ശ്രേയസ് ചെയ്യും, ഇടയ്ക്ക് അർസാന ചെയ്യും. അങ്ങനെ അവരുടെ സന്മനസ്സനുസരിച്ച് എഡിറ്റിങ്ങും മിക്സിങ്ങും ക്യാമറയൊക്കെ ചെയ്തു തരുന്നത് കൊണ്ടാണ്, എല്ലാവരെയും പരിചയപ്പെടുത്തണമല്ല, അതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമുകൾ ഈ യൂട്യൂബിലൂടെ വരുന്നത്. പലരും ഞങ്ങൾക്ക് കമൻറ്റുകളും സപ്പോർട്ടുകളൊക്കെ തരുന്നുണ്ട്, ഫോണിലൂടെ വിളിക്കുന്നുണ്ട്, വാട്സാപ്പിലുണ്ട്. ഒത്തിരി പേരുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഈ മോട്ടിവേഷൻ. അപ്പൊ ഈ ജാസ് അച്ചായൻ കിച്ചൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ കുറിച്ച് നമ്മുടെ ഫാമിലിയിലുള്ള ഓരോ കാര്യങ്ങൾ ഇടുന്നുണ്ട്. കിച്ചണിലുള്ള പുതിയ പുതിയ പാചകങ്ങളൊക്കെ ഞങ്ങൾ ഇടുന്നുണ്ട്. അല്ല, അപ്പൊ പണ്ടേ പാചകമൊക്കെ അറിയായിരുന്നു? പാചകം ഒന്നും അറിയില്ലായിരുന്നു. ഒക്കെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തത്. കല്യാണത്തിന് മുമ്പേ ഒന്നും ഉണ്ടാക്കൂലായിരുന്നു. നേഴ്സിംഗ് പഠിക്കാൻ പോയി, നേഴ്സിംഗ് പഠിച്ചേക്കണ ആള്. പക്ഷെ ഇപ്പൊ എന്ത് ജോലിയാ ചെയ്യണത്? ഇപ്പൊ കാറ്ററിംഗിന്റെ പരിപാടിയുണ്ട്. പിന്നെ ഈ തെരുവിൽ കിടക്കുന്നവർക്ക് ഫുഡ് തയ്യാറാക്കുന്നുണ്ട്. ബിഷപ്പിന്റെ വിളി. അപ്പൊ അതൊക്കെ ഒരു വലിയ അനുഗ്രഹമല്ലേ ശരിക്കും? നമ്മുടെ വിവാഹ ജീവിതത്തില് ദൈവം നമുക്ക് തന്നേക്കാൻ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ മിനിമം ഒരു 60,000 പേർക്കെങ്കിലും അത്ര കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിൽ കൂടുതലാണെങ്കിലുള്ളു. കഴിഞ്ഞ ജനുവരി വരെ 50,000-ഓളം പേർക്ക്, അങ്ങനെ 10-60,000-ഓളം പേർക്ക് വഴിയരികെ കിടക്കുന്നവരും അനാഥരും നിരാലംബരും അനാഥ മന്ദിരത്തിൽ കഴിയുന്നവർക്കും ആയിട്ടുള്ള, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ ഹോമിൽ കിടക്കുന്നവർക്ക് ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വഴിയരികിൽ തന്നെയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. പുറത്തുനിന്നും അല്ല, ഞങ്ങൾ തന്നെ തയ്യാറാക്കി പാക്ക് ചെയ്ത് ഞങ്ങൾ തന്നെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പൊ അത് FSI ലൈസൻസും ഹെൽത്ത് കാർഡും എല്ലാം എടുത്തിട്ട് നമ്മൾ ഫാമിലിക്കാരും അതോടൊപ്പം ജനമൈത്രി പോലീസിലെ ബിനോബാബു സാറും നമ്മളെ ഇത്
ഇതിന് സഹായിക്കുന്നുണ്ട്. അദ്ദേഹം തുടക്കം മുതലേ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ കൂട്ടായ്മയുടെ ഒരു വിഷറാണ് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ. അതുപോലെയുള്ള നല്ല മനസ്സുള്ള പലരും ഉണ്ട്. പിന്നെ നമ്മുടെ ഗൂഗിൾ മീറ്റ് പ്രെയർ ഉണ്ട് അവര്, അത് ഏത് ദിവസമാണ്? എല്ലാ സാറ്റർഡേയിലും ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്നവർക്കും കൂടാൻ പറ്റുക. കോവിഡ് കാലത്ത് ആരംഭിച്ച ഒരു ഓൺലൈൻ പ്രെയർ ഉണ്ട്, സെയിന്റ് മേരീസ് പ്രെയർ മിനിസ്ട്രി എന്ന് പറഞ്ഞ്. അതിന്റെ ഗൂഗിൾ മീറ്റ് ലിങ്ക് എല്ലാ ആഴ്ചയും ഒരേ ലിങ്ക് തന്നെയാണ്. അപ്പൊ പല രാജ്യങ്ങളിലുള്ള മലയാളി സഹോദരങ്ങളും നമ്മുടെ നാട്ടിലുള്ളവരും അതിന് ബിൽബി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സഹോദരൻ തന്നെയാണ്. ബിൽബിയും ഫില്ലി ചേച്ചിയും അവരുടെ കുടുംബം, ആ കുടുംബമാണ് അവിടെ ഇരുന്ന് കീബോർഡൊക്കെ വായിച്ച് പാടി നല്ല അരങ്ങാക്കി മാറ്റുന്നത് ആ ശുശ്രൂഷ. അതോടൊപ്പം എല്ലാ മാസവും YMCAയിൽ മാസത്തിൽ ഒരു ശുശ്രൂഷ എല്ലാ മൂന്നാമത്തെ ശനിയാഴ്ചയും 1 മണി തൊട്ട് 4 മണി വരെ ഉണ്ട്. പിന്നെ വിവിധ ധ്യാന ടീമിൽ ഷാജി തുമ്പച്ചിറയിലച്ഛൻ്റെ കൂടെ ഇപ്പം ഇന്ന് ധ്യാനം ആരംഭിച്ചിട്ടുണ്ട്, നാളെ വെളുപ്പിന് ഞാൻ പോകും. അതോടൊപ്പം പ്രശാന്തച്ഛൻ്റെ കൂടെ ഇപ്പം നേരത്തെ ദമ്പധ്യാനത്തിനായിരുന്നു, ഇപ്പം തപസ് ധ്യാനത്തിന് ക്ലാസ് ഉണ്ട്. അങ്ങനെയൊക്കെ പ്രേക്ഷിത വേല ചെയ്യുന്നു. എല്ലാ വെള്ളിയാഴ്ചയിലും ഇവിടെ 10 തൊട്ട് 12 വരെ നമ്മുടെ വീട്ടിലാണ് ഈ പറയുന്നത് അല്ലേ, ഭവനത്തിലാണ് കർത്താവിൻ്റെ ശുശ്രൂഷ. മാർക്കോസിന്റെ മാളികയിൽ ആരംഭിച്ചതുപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്നിപ്പോ പള്ളിയിൽ പോയി ദൈവത്തിന് നന്ദിയും പറഞ്ഞ് കുർബാന സ്വീകരിച്ച് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വന്നതാണ്. അപ്പൊ 25 വർഷത്തിനുള്ളിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്ത അത് സങ്കീർത്തനം 100 പൂട്ടിക്കൊണ്ട് പോലെ കടപൂട്ടി 116 സങ്കീർത്തനം 12-13 കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും. ദാവീദ് സങ്കീർത്തനം പ്രാർത്ഥിച്ചതാണ്. രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അത് മാത്രമേ ഉള്ളൂ, വേറെ പകരം കൊടുക്കാൻ ഒന്നുമില്ല. പണ്ടേ മരിച്ചു വേണ്ടതാ. എനിക്കും അപകടങ്ങൾ, കാര്യമായ 2 അപകടം, വലിയ ഒരെണ്ണം 8 വയസ്സായിട്ട് ഒടിഞ്ഞു പോയി, 20 ചെറിയ വയസ്സ്. വണ്ടി ഒരു സ്പോർട്സ് റേസിംഗ് ബൈക്ക് വന്ന് ഇടിച്ചത് എൻ്റെ ഒരു ബർത്ത്ഡേയുടെ ദിവസം. പക്ഷെ അതിൻ്റെ തലേ ദിവസം നിനക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായി, വന്നിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണെന്ന് വിചാരിക്കുക. പിന്നെ നമുക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വീണ്ടും പിറ്റേ കൊല്ലം അതേ ദിവസം തന്നെ, അടുത്ത ബർത്ത്ഡേയുടെ ദിവസം തന്നെ വരാപ്പുഴയിൽ വെച്ച് 2 പിള്ളേർ ബൈക്ക് ഇടിച്ചിട്ടിട്ട് അവർ വിട്ട് കളഞ്ഞു. അതുപോലെ തന്നെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വീട്ടിൽ കുക്കർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ശ്രേയസ് അണലിപ്പാമ്പിനെ, മുയലിന് തീറ്റ കൊടുക്കാൻ വേണ്ടി അണലിപ്പാമ്പിനെ പൊതിഞ്ഞുകൊണ്ട് വന്ന് അല്ലേ, പുല്ലിന്റെ കൂടെ അത് കടിക്കാതെ ഇരുന്ന് 10ാം ക്ലാസ് പരീക്ഷയുടെ സമയം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും പക്ഷെ സന്തോഷങ്ങളും ഉണ്ട്. നാഷണൽ ലെവലിൽ വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ ഞങ്ങൾക്ക് സ്റ്റേറ്റിലും നാഷണൽ ലെവലിലും ഒക്കെ ആയിട്ട് ഡിസ്ട്രിക്റ്റില് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. ജോളിക്കും സ്നേഹ 2 പേര് സ്പോർട്സിലോട്ട് വന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് പോയിട്ട് ഈ ലേറ്റായ സമയത്തും അനുഗ്രഹാമേരിക്ക് ഇന്നിപ്പോൾ ഫുൾ A+ കിട്ടി. അങ്ങനെ ഒരു സന്തോഷം. അതോടൊപ്പം തന്നെ അവർക്ക് സ്പോർട്സ് കോട്ടയിൽ ഇപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പേ തേവര SH അഡ്മിഷൻ ശരിയായിരിക്കുകയാണ്. ഇത് ഒരു അഡ്മിഷൻ കിട്ടാൻ തന്നെ എന്തോരം ഓടണം. അപ്പോൾ അത് നാഷണൽ ലെവലിൽ പവർ ലിഫ്റ്റിങ്ങിൽ 2 വർഷം 2 പ്രൈസുകൾ കിട്ടാനിടയായി. അതുപോലെ എനിക്കും കിട്ടി. അതുകൂടെ പറയാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. വയസ്സാം കാലത്ത് മാസ്റ്റേഴ്സ് ഹൈദരാബാദിൽ വെച്ച് നടന്ന ഇതിൽ എനിക്കും കിട്ടി. അപ്പോൾ ആരോഗ്യം, സമ്പത്ത്, നമ്മുടെ കഴിവുകൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിന് എപ്പോഴാണെങ്കിലും നമ്മൾ ഉയർത്താനും താഴ്ത്താനായിട്ട് സാധിക്കും. അപകടം ഉണ്ടാകും, അനർത്ഥങ്ങൾ ഉണ്ടാകും, പലവിധ പരീക്ഷണങ്ങളുണ്ടാകും, ഇല്ലാവചനങ്ങൾ കേൾക്കേണ്ടി വരും. ചെയ്തത് ചെയ്തില്ലെന്ന് പറയും. പക്ഷെ ഇവിടെ എല്ലാം ഞങ്ങൾ ഐക്യത്തിൽ, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞങ്ങളുടെ മക്കളും ഏത് പ്രതിസന്ധിയും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ കൂടെ കൊണ്ട് കുടുംബം ഒന്നു ചേർന്നാണ് പ്രാർത്ഥിക്കുന്നതും ശുശ്രൂഷ ചെയ്യുന്നതും കാര്യങ്ങളും. ഈ തെരുവിലെ ഭക്ഷണ വിതരണ ശുശ്രൂഷ, അതാണ് ഞങ്ങളുടെ വിജയം. ഇത് ദൈവം തരുന്ന വലിയ അനുഗ്രഹം. പ്രത്യേകമായിട്ട് ഒരാളും കൂടി ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹം തരുന്ന ആ വഴി പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. മല പോലെ വന്നിട്ട് കാറ്റ് പോലെ പോയ പല അത്ഭുതങ്ങളും രോഗശാന്തികളും അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയാണ്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് അകത്ത് മുഴ വന്നിട്ട് ഇവരൊക്കെ രാത്രി എഴുന്നേറ്റിരുന്ന് കരയണേ ക്യാൻസർ ആണെന്നും പറഞ്ഞ്, ക്യാൻസർ അല്ലാതെ ക്യാൻസർ ആണെന്നും പറഞ്ഞിട്ട് പറഞ്ഞു. അതുപോലെ ഹെരണിയുടെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതെല്ലാം ഒഴിവായിപ്പോയി. ഈ ജോളിയുടെ കാലിൻ്റെ എല്ലിൻ്റെ
അടിയിലോട്ട് മന പോലെ എല്ല് വളരുന്ന. അപ്പൊ അതിന് മരുന്നില്ല. ശവപ്പെട്ടി കിടക്കണവരെ ഈ ജെല്ല് പോലത്തെ ഷൂ അല്ലെ, സോക്സ്, ഷൂ ഒക്കെ കൈക്ക് തേയ്മാനം ഈ ഭക്ഷണമൊക്കെ പ്രത്യേകിച്ച് YMCA റെസ്റ്റോറന്റ് നടത്തുമ്പോ പൈസ കൊടുത്ത് ഒരു കുക്കിനെ വെക്കാതെ ജോലി തന്നെ 500 പേർക്കൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, 500, 250 പേർക്ക്. ഞങ്ങൾ എല്ലാവരും കൂടെയാണ്. അടുപ്പിച്ചു കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ബിരിയാണിയൊക്കെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് സെറ്റാക്കി കളയും. അല്ലെങ്കിൽ 5-6 നേരം കറിയും പരിപാടിയും വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഉച്ചക്ക് മുമ്പ് സെറ്റാക്കി കൊണ്ടു. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. പിന്നെ ട്യൂഷന്റെ കാര്യം എന്താണ്, അതായത് എനിക്ക് എന്നെ വണ്ടി ഇടിച്ചിരിക്കുന്ന സമയത്ത് അവള് പറഞ്ഞു, അയ്യോ എന്റെ നേഴ്സിംഗിന്റെ ഇതിന് പണ്ടേ പോയിച്ചെങ്കിൽ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. പക്ഷെ ആ സമയത്ത് 2 കുട്ടികളെ കൊണ്ടുവന്ന് നോക്കാൻ ആരോ കൊണ്ടുവന്ന് ആക്കി, ആരോടും പറഞ്ഞിട്ടല്ല, അവരക്ഷരം പഠിപ്പിച്ചു. അങ്ങനെ വളർന്ന് ഇന്ന് ഇവിടെ നിന്ന് 100 കണക്കിന് കുട്ടികളാണ് ഓരോ, ഇപ്പൊ ഇത്രയും വർഷം കൊണ്ട് ഒരു 6 വർഷമല്ലേ. അതായത് ഞങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും തിരിവും ഉപേക്ഷിക്കപ്പെട്ടതും സ്കൂളിൽ നിന്ന് TC കൊടുത്ത് വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും പുറത്താക്കിയ കുട്ടികളെ വരെയും ഓരോരുത്തരും കൊണ്ടുവന്ന് അവിടെ പ്രാർത്ഥനയും കൂടെ ഉള്ളതല്ലേ, അവര് ശരിയാക്കും. അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നം സ്കൂളുകാരോട് കാല് പിടിച്ച് മാപ്പൊക്കെ പറഞ്ഞ് ഞങ്ങളും ഇടപെട്ടിട്ട് സോഷ്യൽ വർക്കൊക്കെ ഉണ്ട്. അല്ലാതെ വെറുതെ പ്രാർത്ഥനയും ചോറ് കൊടുക്കലും മാത്രമല്ല. അങ്ങനെ പോയി തീർക്കേണ്ടതാണെങ്കിൽ തീർത്ത്, നമ്മ പോയതുകൊണ്ട് തീരാത്തതാണെങ്കിൽ ആരെങ്കിലും സാമൂഹ്യ പ്രവർത്തകരോ രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ ഇടപെടുന്നവരുണ്ട്. അപ്പം മനുഷ്യത്വപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് ഇവിടം വരെ എത്തി. ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇവിടെ ഇപ്പൊ ചളിക്കവട്ടത്ത് വന്നിട്ട് താമസിക്കുന്നത് ചളിക്കവട്ടം കുഴുവേലി അമ്പലത്തിന്റെ തൊട്ടടുത്താണ്. 19.5 വർഷമായി. 19.5 വർഷമായി. വന്ന നാള് മുതൽ പലതരത്തിലുള്ള തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടെങ്കിലും ദൈവം ഒന്നും കൂടെ ഞങ്ങളവിടെ വേര് പിടിപ്പിച്ച് വളർത്തുകയാണ് ചെയ്ത. അപ്പൊ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഈ 25 വർഷം അല്ലേ, ബിഗ് സീറോയായിരുന്നു. പക്ഷെ വിത്ത് ഗോഡ് യു ആർ ഹീറോ ആയി മാറി. അപ്പൊ ദൈവത്തിന് നന്ദി പറയുന്നു. എത്രയോ ആൾക്കാർ ഒരു കുഞ്ഞു പോലും ഇല്ലാതിരിക്കുമ്പോ 3 മക്കളെയും മരുമക്കളെയും ഒക്കെ തന്ന് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ പോയിട്ടുള്ള മകനുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ 2 പേരുടെയും മാതാപിതാക്കള്, പ്രിയപ്പെട്ടവര്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും, ഞങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാര്, അവരെല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും സഹായങ്ങളും ജീവിതകാലം മുഴുവൻ ചെയ്ത എല്ലാവരെയും ദൈവത്തിന് സമർപ്പിച്ച് രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.